നമുക്കൊക്കെ മുഹമ്മദ് എന്ന പേരിലുള്ള ഒരുപാട് കുട്ടികളുണ്ട്, ഒരുപാട് ആളുകളുണ്ട് അല്ലേ? എന്നാൽ ചില ആളുകൾ മുഹമ്മദ് എന്ന പേര് വെക്കാൻ മടിക്കുകയാണ്. അങ്ങനെയുണ്ടല്ലോ, ഇത് മക്കൾക്കിത് പഴഞ്ചൻ പേരാണ്, അത് എന്തല്ല റാഹത്തില്ല എന്ന് പറഞ്ഞിട്ട് വെക്കാത്ത ആളുകളുണ്ട്. എന്നാൽ മുഹമ്മദ് എന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിയുടെ പേരാണ്. അപ്പോൾ മുഹമ്മദ് എന്നുള്ള ആ പേര് വെച്ചാലുള്ള ഗുണങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് തന്നെ ഹദീസുകളിൽ വന്നത് ഇൻഷാ അല്ലാഹ് നമുക്ക് അല്പം ചില കാര്യങ്ങൾ മാത്രം പറയാം അല്ലേ? ഇപ്പോഴത്തെ കാലത്ത് പേര് വെക്കുമ്പോൾ പല പേരുകളാണ് വെക്കുന്നത്, നല്ല പേരുകൾ നമ്മൾ വെക്കാറില്ല. എന്തേ കാരണം? അതൊന്നെങ്കിൽ ഉമ്മാൻ്റെ വാപ്പാൻ്റെയും പേരിൻ്റെ തുടക്കക്ഷരം എടുത്തിട്ട് അതെന്താണോ വരുന്നത് ആ വീട് അതാണ് പറഞ്ഞുകൊണ്ട് വെക്കുന്നത്. ചില ആളുകൾ അതുമല്ല, അതിനേക്കാൾ കടന്നിട്ട് വേറെ എന്തൊക്കെയോ പേരുകൾ വെക്കുന്നു. എന്നാൽ പേര് വെക്കേണ്ടത് നമ്മൾ പറഞ്ഞു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ അഫ്ളലുൽ അസ്മാഇ അബ്ദുല്ലാ വ അബ്ദുറഹ്മാൻ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന പേരുകൾ വെച്ചിട്ട് ഏറ്റവും നല്ല പേര് എന്താണ്? അബ്ദുല്ലാ വ അബ്ദുറഹ്മാൻ. ഈ രണ്ട് പേരുകളാണ് പേരുകൾ വെച്ചിട്ട് ഏറ്റവും നല്ല പേര് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ മുഹമ്മദ് എന്നുള്ള പേര് അത് മുത്തുനബിൻ്റെ പേരാണ്. അതിന് ഒരുപാട് മഹത്വങ്ങളുണ്ട്, അത് വെച്ചാലുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. എന്നാൽ നമ്മളൊന്നും നമ്മളെ മക്കൾക്ക് മുഹമ്മദ് എന്നുള്ള പേര് വെക്കുന്നില്ല. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ചിലപ്പോൾ എന്താ കഴിയില്ല, മക്കൾക്ക് പൂർണ്ണമായിട്ട് മുഹമ്മദ് എന്ന പേര് വെക്കാൻ കഴിയില്ല. എങ്കിൽ ആ മുഹമ്മദ് വെച്ചുകൊണ്ട് ആ മുഹമ്മദിന്റെ കൂടെ എന്താക്കുക, പേര് അപ്പുറത്ത് കൂട്ടുക, മുഹമ്മദ് തൊയ്യിബ്. പിന്നെ പേര് അങ്ങനെയാണ്. അപ്പോൾ മുഹമ്മദ് കൂട്ടിയിട്ട് അങ്ങനെ തൊയ്യിബ് അങ്ങോട്ട് വെക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. ചിലർക്ക് റബിയ ഉണ്ടാകും, അപ്പോൾ മുഹമ്മദ് റബിയ. അങ്ങനെ പേരിന്റെ കൂടെ എന്ത് വെക്കുക, മുഹമ്മദും കൂടി വെച്ച് കഴിഞ്ഞാൽ അത് ഗുണങ്ങൾ ഏറെയാണ്. അത് ഇൻഷാ അല്ലാഹ് അതിന്റെ കാര്യങ്ങൾ പറയുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, വീട് ദാരിദ്ര്യം നിറഞ്ഞിട്ട് വല്ലാത്ത പ്രയാസപ്പെടുന്ന എത്ര ആളുകളുണ്ട് അല്ലേ നമ്മുടെ വീട്ടുകളിൽ. എന്നാൽ ലാ യദ്ഖുലുൽ ഫഖർ, എന്താവൂല, ഫഖർ ഉണ്ടാവൂല, ദാരിദ്ര്യം വീട്ടിലുണ്ടാവൂല. എന്ത് വേണം അവിടെ? ഫീഹി ഇസ്മി, എന്റെ പേര് ആ വീട്ടിലുണ്ടാകണം, എന്നാൽ അവിടെ ദാരിദ്ര്യം കിടക്കൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം